കാത്തിട്ടും പൂക്കുന്ന നീർമാതളമാണ് പ്രവാസം. പലതരം അനുഭവങ്ങളിലൂടെ ഗൾഫിനെ അടുത്തറിഞ്ഞ പ്രവാസികൾ ഇന്നത്തെ അധ്യായത്തിൽ സംസാരിക്കുന്നു. ഒക്ടോബർ മാസത്തിലാണ് ഞാൻ ആദ്യമായിട്ട് വിദേശത്തേക്ക് എന്ന് പറഞ്ഞ് യാത്ര തിരിച്ചത്. കോഴിക്കോട് നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മംഗലാപുരത്ത് നിന്ന് ബസ് വഴി ബോംബെയിലെത്തുകയും ഏതാണ്ട് 20 ദിവസം അന്ന് ബോംബെയിൽ താമസിച്ച ശേഷമാണ് ഖത്തറിലെ ദോഹ എയർപോർട്ടിൽ ഞാൻ ആദ്യമായിട്ട് ചെല്ലുന്നത്. ബോംബെയിൽ ചെന്നിറങ്ങിയ സമയത്ത് നമ്മൾ പരിചയമില്ലാത്ത സ്ഥലവും അറിയാത്ത ഭാഷയും എല്ലാമായിട്ട് വളരെ ബുദ്ധിമുട്ടിയ ഒരു സന്ദർഭമായിരുന്നു അത്. എൻ്റെ ജ്യേഷ്ഠൻ കൂടെ ഉണ്ടായിരുന്നെങ്കിലും രണ്ടുപേർക്കും ഭാഷയൊന്നും അറിയില്ല, സ്ഥലവും കൂടുതൽ പരിചയമില്ല. അങ്ങനെ ഏതാണ്ട് 18 ദിവസത്തോളം മര്യാദയ്ക്ക് കിടക്കാനോ ഉറങ്ങാനോ കുളിക്കാനോ കഴിയാത്ത ഒരു ജീവിതമായിരുന്നു അന്നുണ്ടായിരുന്നത്. പിന്നെ നാടുമായിട്ടുള്ള ബന്ധങ്ങൾ വളരെ കുറവായിരുന്നു. അന്ന് ഫോൺ കണക്ഷനൊന്നും വളരെ ഇല്ലാത്ത ഒരു കാലത്തായതുകൊണ്ട് കത്ത് വഴി, ഇവിടുന്ന് അയക്കുന്ന കത്ത് 7-8 ദിവസത്തിന് ശേഷം വരുന്ന കത്ത് വഴി കാര്യങ്ങൾ അറിയാനും പറയാനും കഴിയുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു നമ്മളൊക്കെ പോയിരുന്നത്. അപ്പോൾ ഈ ബോംബെയിലുള്ള ജീവിത രീതി എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടും അന്ന് വളരെ വിഷമിച്ച സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ദിവസവും അന്നന്നത്തെ ഭക്ഷണത്തിനുള്ള ചിലവ് പോലും കയ്യിലില്ലാത്ത ഒരവസ്ഥ, പിന്നെ പരിചയക്കാരായിട്ട് ചോദിക്കാനും പറയാനും ആളില്ലാത്ത, ഏതായാലും ഒരു 10-20 ദിവസം വളരെ കഷ്ടപ്പെട്ട് ആണ് നമ്മൾ ബോംബെയിൽ നിന്ന് കയറുന്ന വരെയുള്ള ആ ദിവസങ്ങൾ. നമ്മൾ 20 ദിവസത്തിന് ശേഷമാണ് ബോംബെയിൽ നിന്ന് കയറി പോകുന്നത്. ഖത്തറിലെ ദോഹ എയർപോർട്ടിലാണ് ആദ്യമായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അവിടെ എയർപോർട്ടിൽ വന്ന് അവരെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോവുകയും ആദ്യമായിട്ട് ഗൾഫിലെ രാജ്യങ്ങൾ കാണാൻ നമുക്ക് ഭാഗ്യം കിട്ടിയ ദിവസമാണെന്ന്. അവിടെ 1-2 ദിവസങ്ങൾക്ക് ശേഷം ആ കമ്പനിയുടെ ഒരു ഓഫീസ് അറ്റൻഡറായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ജോലി കയറുന്നത്. ഏതാണ്ട് 1 വർഷത്തോളം ആ ഓഫീസ് അറ്റൻഡർ പോസ്റ്റിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അവിടെ നമ്മുടെ അന്നത്തെ സാഹചര്യം അത് എനിക്ക് ഏറ്റവും വിഷമം തോന്നിയ ഒരു സന്ദർഭം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നാടുമായിട്ട് ബന്ധപ്പെടാനുണ്ടായിരുന്ന സാഹചര്യങ്ങൾ വളരെ കുറവായിരുന്നു. 2-3 ദിവസങ്ങൾക്ക് ശേഷം കിട്ടുന്ന ന്യൂസ് പേപ്പർ, ആ പേപ്പറിലൂടെ അറിയുന്ന വാർത്തകളാണ് കാര്യമായിട്ടുണ്ടായിരുന്നത്. ടെലിഫോൺ സൗകര്യങ്ങളില്ലാത്തത് കൊണ്ട് എൻ്റെ പിതാവ് മരിച്ച വിവരം ഞാൻ അന്ന് അറിയുന്നത് 3-ാമത്തെ ദിവസമാണ്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പം നമുക്കറിയാം, നമ്മൾ ഇവിടെ എന്താണോ നടക്കുന്നത് ഇവിടെ അറിയുന്നതിന് മുമ്പ് ഗൾഫിൽ അറിയുന്ന ഒരു സാഹചര്യം എന്നുള്ളത്. അന്നത്തെ ആ ഒരു അവസ്ഥ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരുപാട് മാറ്റം ഇന്നുണ്ടായിട്ടുണ്ട്. അത്തരം ഒരുപാട് പ്രശ്നങ്ങൾ അന്ന് നമ്മൾ നേരിട്ട് അനുഭവിക്കുന്ന, ഇപ്പം നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാതെ പോവുക, അറിയുന്നത് വളരെ ലേറ്റായിട്ടാണ് അറിയുന്നത്. അങ്ങനത്തെ സാഹചര്യമൊക്കെ അന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് അന്നിപ്പോൾ എനിക്കറിയാം, ഫസ്റ്റ് സാലറി കിട്ടിയ സമയത്ത് എനിക്ക് അന്ന് 600 ഖത്തർ റിയാലാണ് കിട്ടിയിരുന്നത്. 600 ഖത്തർ റിയാൽ 500 റിയാലുമായി ഞാൻ എക്സ്ചേഞ്ചിൽ ചെന്ന സമയത്ത് എനിക്ക് കിട്ടിയത് 1500 ഇന്ത്യൻ രൂപയാണ്. ഏതാണ്ട് 3 രൂപയാണ് അന്ന് ഒരു ഖത്തർ റിയാലിന് കിട്ടുന്നത്. ഇന്നത് ഏതാണ്ട് 16-17 ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ സാലറിയും അന്ന് നമുക്ക് കിട്ടിയിരുന്ന പണവുമായിട്ട് ഉള്ള ഇന്നത്തെ അന്തരം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഗൾഫിൽ നമ്മൾ അന്ന് ഫസ്റ്റ് ടൈമിൽ പോയിരുന്ന ആളുകൾക്ക്, നേരത്തെ 85-90 കാലഘട്ടങ്ങളിൽ പോയിരുന്ന ആളുകൾക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടാവും. ഏതാണ്ട് 1 വർഷം ഞാൻ ഓഫീസിൽ അറ്റൻഡറായിട്ട് ജോലി ചെയ്തു. ഓഫീസിൽ എല്ലാ വിദേശികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യക്കാരായിട്ടുള്ള അല്ലാതെ ഈജിപ്ഷ്യൻസ് ഉണ്ടായിരുന്നു, പാകിസ്ഥാനീസ്, അതുപോലെ മറ്റ് ഇന്ത്യയുടെ തന്നെ പല സംസ്ഥാനങ്ങളിലുള്ള ആളുകളുണ്ടായിരുന്നു അവിടെ. ആ കൺസ്ട്രക്ഷൻ കമ്പനി ആയതുകൊണ്ട് ഏതാണ്ട് 400-ലധികം ആളുകൾ ജോലി ചെയ്യുന്നൊരു സ്ഥാപനമായിരുന്നു. ആ ഓഫീസിൽ നിന്നാണ് നമ്മൾ ശരിക്ക് വൈകുന്നേരങ്ങളിൽ എല്ലാ ആളുകളും, അധിക ഫോർമാൻമാരും അതുപോലുള്ള 3-4 ആളുകൾ ജോലിക്ക് ഒന്നിച്ച് കൊണ്ടുവരുന്ന ആളുകൾ, അവരൊക്കെ ഓഫീസിൽ ദിനംപ്രതി കയറിയിറങ്ങും. ആ സമയത്താണ് നമ്മൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളായിട്ട് പരിചയപ്പെടാനുള്ള ഒരു അവസരം ഉണ്ടായത്. അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തുള്ള ഈജിപ്റ്റ്, ലബനോൻ, സുഡാൻ,
അതുപോലുള്ള മറ്റ് ഒരുപാട് രാജ്യങ്ങളിൽ വിദേശികൾ, യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ വരികയും അവരൊക്കെ പരിചയപ്പെടാനും ഇന്ത്യക്ക് അകത്തും പുറത്തും ഉള്ള ഒരു ഒട്ടനവധി ആളുകളെ പരിചയപ്പെടാൻ സാഹചര്യം കിട്ടിയത് ആ ഓഫീസിൽ വെച്ചാണ്. ഒരു വർഷത്തിന് ശേഷം ഞാൻ ഓഫീസിൽ നിന്ന് മാറുകയാണ്. ആ ഓഫീസിൽ നിന്നിരുന്ന കാലത്ത് എനിക്കുണ്ടായ ഒരു വളരെ വിഷമം പിടിച്ച ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളവിടെ ഇപ്പോൾ ഖത്തറിൽ ജോലി ചെയ്ത് മുൻകാലങ്ങളിൽ ഖത്തറിൽ ജോലി ചെയ്തിരുന്ന ആളുകൾക്കൊക്കെ അറിയാം, അവിടെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഹോട്ടലായിരുന്നു ഹോട്ടൽ ടിപ്പു സുൽത്താൻ. റൊമൈല എന്ന് പറയുന്ന സ്ഥലത്ത് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ്, ഹമദ ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ട് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിനടുത്ത് അവിടെ ടിപ്പു സുൽത്താൻ എന്നൊരു ഹോട്ടലുണ്ടായിരുന്നു. ആ ഹോട്ടലിൻ്റെ തൊട്ടടുത്താണ് ഞങ്ങളൊക്കെ താമസിച്ചിരുന്നത്. സാധാരണ വീട്ടിൽ നിന്ന് റൂമിൽ നിന്ന് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന ഞങ്ങൾ ഒരു ദിവസം അന്ന് ഗ്യാസ് തീർന്നു പോയതുകൊണ്ടെന്നാണ് എനിക്ക് ഓർമ്മയിൽ, ഞങ്ങൾ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഹോട്ടൽ ടിപ്പു സുൽത്താനിൽ വെച്ചിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ ഞങ്ങളുടെ അടുത്ത് വന്നു നിന്നു. പഴയ വസ്ത്രങ്ങളൊക്കെ മുഷിഞ്ഞ് ഒരു ലുങ്കി ഉടുത്ത് പിന്നെ ഒരു വല്ലാത്തൊരു രൂപത്തിൽ, ദിവസങ്ങളോളം കുളിക്കാത്ത ഒരു രൂപത്തിലയാൾ വന്നത്. ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നവരെ അയാൾ നോക്കി നിന്നു. ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കാൻ നേരത്തെ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഒരു ചോറ് വാങ്ങിത്തരുമോ ചോദിച്ചു. അപ്പം മലയാളിയാണെന്ന് മനസ്സിലായി. അപ്പം എന്താണിങ്ങനെ, ഗൾഫിലാണല്ലോ നമ്മൾ, എന്താണിങ്ങനെ എന്ന് ഒന്നും ചോദിച്ചില്ല. ഒരു ചോറ് വാങ്ങിത്തരുമോ എന്ന് ചോദിക്കുമ്പോൾ മറ്റൊന്നും ചോദിക്കാൻ തോന്നിയില്ല, ചോറ് വാങ്ങിക്കൊടുത്തു. ചോറ് വാങ്ങി ചോറിൻ്റെ കൂടെ പൊരിച്ച മീനും വേറെന്തോ വെച്ചപ്പോൾ അയാൾ പറഞ്ഞു എനിക്കിത് വേണ്ടെന്ന് പറഞ്ഞു. ആ ചോറ് വാരി തിന്ന് കഴിഞ്ഞ ശേഷം വീണ്ടും അദ്ദേഹം ചോദിച്ചു, ഒരു ചോറും കൂടി വാങ്ങിത്തരുമോ ചോദിച്ചു. ആ ചോറും കൂടി അദ്ദേഹത്തിന് വാങ്ങിക്കൊടുത്തു. അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കുക. അയാൾ ആർത്തിയോട് കൂടിയിട്ട് വാരി വലിച്ചു വീഴും. ആ ഭക്ഷണം കഴിച്ച് ഞാൻ പൈസ കൊടുത്ത് പുറത്തിറങ്ങിയ ശേഷം ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടെയാണ്, എന്താണ്? അപ്പോഴാണ് ശരിക്കും ഒരു ഗൾഫിൻ്റെ യഥാർത്ഥ രൂപം എനിക്ക് മനസ്സിലേക്ക് വരുന്നത്. അദ്ദേഹം മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിൽ നിന്ന് പോയ ആളാണ്. അയാൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടുപോയത് ഖത്തറിൻ്റെ ഉൾപ്രദേശമായ ഒരു ആട് മേയ്ക്കുന്ന സ്ഥലത്തേക്കാണ്, ഒരു തോട്ടത്തിലേക്ക്. ആ തോട്ടത്തിൽ വെച്ച് അദ്ദേഹം 6 മാസമായിട്ട് അദ്ദേഹം അവിടെയാണ്. ഈ 6 മാസത്തേക്ക് അയാൾ ചോറ് കണ്ടിട്ടില്ല. ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം ചോറ് കാണാത്ത ഒരു 6 മാസം എന്ന് പറഞ്ഞാൽ, ആ 6 മാസം അദ്ദേഹം അവിടെ നിൽക്കുകയും അദ്ദേഹത്തിന് കിട്ടിയിരുന്നത് അവിടെ ഉപയോഗിക്കുന്ന കുബൂസ് എന്ന് പറയുന്ന റൊട്ടി 3, 4, 5 ദിവസത്തേക്ക് ഒന്നിച്ച് പാക്ക് ചെയ്തിട്ട് അറബി അയാൾക്ക് വീട്ടിൽ കൊണ്ടുപോകും. ആ ഭക്ഷണം കഴിച്ച അയാൾ കഴിഞ്ഞത്. അവസാനം അദ്ദേഹത്തിന് ദുരിതം, വീട്ടിലെ കാര്യങ്ങളൊന്നും അറിയുന്നില്ല, കത്തില്ല, പണമില്ല, ശമ്പളമില്ല. ആ ദുരിതം സഹിക്കുക വയ്യാതെ അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുക, അവിടുന്ന് ഒളിച്ചോടുക. അങ്ങനെയാണ് അയാൾ ഹോട്ടലിലെത്തുന്നത്. ഏതാണ്ട് ഒരു വർഷക്കാലം അവിടെ ഓഫീസിൽ അറ്റൻഡറായിട്ട് ജോലി ചെയ്തതിന് ശേഷം പിന്നെ അവരുടെ തന്നെ മറ്റൊരു സ്ഥാപനമായ അവരുടെ ഒരു ഇലക്ട്രിക്കൽ ഷോപ്പ് ഉണ്ടായിരുന്നു. അവർക്ക് ഇലക്ട്രിക്കൽ അക്സസറീസൊക്കെ സപ്ലൈ ചെയ്യുന്നത്. ആ ഷിപ്പിലെ ഒരു പാകിസ്ഥാനി ഉണ്ടായിരുന്നത്. അയാൾ നാട്ടിൽ പോകുന്ന സമയത്ത് അയാൾക്ക് ബദലായിട്ട് ഞാൻ അവിടെ ജോലിക്ക് കയറി. അവിടെ ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാൻ നാട്ടിലേക്ക് ഫസ്റ്റ് ലീവിന് വരുന്നത്. ഒരു വല്ലാത്ത ഒരു ദുരിത യാത്ര തന്നെയായിരുന്നു അന്നത്തേത്. കാരണം ഇന്നത്തെ നിന്ന് വ്യത്യസ്തമായിട്ട് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ, ലഗേജ്, നമ്മൾ കണ്ടമാന സാധനങ്ങൾ വാങ്ങിക്കൂട്ടി കൊണ്ടുവരുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ കോഴിക്കോട് എയർപോർട്ട് ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ നമ്മൾ ബോംബെയിലേക്ക് വന്ന് ബോംബെയിൽ നിന്ന് ആ സാധനങ്ങളൊക്കെ വലിച്ച് വേറെ ഏതെങ്കിലും ഒരു റൂമിലെത്തി അവിടുന്ന് 2 or 3 ദിവസം അവിടെ നിന്ന് ശേഷമാണ് ബോംബെയിൽ നിന്ന് ബസ്സിൽ നമ്മൾ യാത്ര പോരുന്നത്. അപ്പോൾ ഈ ബസ്സിൽ ടിക്കറ്റ് കിട്ടാനും അതുപോലെ തന്നെ നമ്മൾ ബോംബെയിൽ വന്നതിന് ശേഷമാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ 2 or 3 ദിവസങ്ങൾക്ക് ശേഷമൊക്കെ ആയിരിക്കും ടിക്കറ്റ് കിട്ടുന്നത്. അപ്പോൾ ബോംബെ എയർപോർട്ടിലൊക്കെ അന്ന് വരുന്ന സമയത്ത് വല്ലാത്തൊരു അവസ്ഥ നമുക്ക് കൂടുതൽ പരിചയമില്ലെങ്കിൽ നമുക്കാരും വരാനോ നമ്മളെ കൂട്ടാനോ ഒന്നും ആരും എയർപോർട്ടിലേക്ക് വരുന്നില്ല. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ 2-3 വലിയ പെട്ടികളൊക്കെ ആയിട്ട് നമ്മൾ ബോംബെ എയർപോർട്ടിൽ നിന്ന് നമ്മൾ ഉദ്ദേശിച്ച റൂമിലെത്തുക എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത റിസ്ക്കുള്ളൊരു സംഭവമായിരുന്നു. ഒരു ടാക്സി വിളിച്ചൊക്കെ നമ്മൾ പോരുന്ന സമയത്ത് അന്ന് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സാധനങ്ങളൊക്കെ ആയിട്ട് ടാക്സി ഡ്രൈവർമാർ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുകയും അവരെ സാധനങ്ങളൊക്കെ കൊള്ളയടിക്കുകയും ചെയ്ത ഒട്ടനവധി സംഭവങ്ങളുണ്ട്. ആ പേടി നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ അവിടുന്ന് ബോംബെയിൽ നിന്ന് നമ്മൾ എയർപോർട്ടിൽ നിന്ന് പുറത്ത് കടക്കുന്ന സമയത്ത് തന്നെ ഏതാണ്ട് ഒരു 1000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് വെറുതെ ചിലവായിട്ടുണ്ട്. കാരണം ലഗേജ് കൈ വെച്ചിട്ട് അവർക്ക് ലഗേജ് എടുത്ത് വെച്ച പൈസ വേണം. അതുപോലെ പോർട്ടർമാരും അല്ലാത്ത ആളുകളും വെറുതെ നമ്മളിൽ നിന്ന് പേടിപ്പിച്ച് പൈസ വാങ്ങുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ട് നമ്മൾ എയർപോർട്ടിൽ നിന്ന് ടാക്സി വിളിച്ചിട്ട് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തുമ്പോഴേക്ക് നമ്മൾ ഏതാണ്ട് ഈ 2 വർഷം നമ്മൾ ഗൾഫിൽ ജീവിച്ച അതിനേക്കാൾ കൂടുതൽ ആദി നമ്മളെ മനസ്സിലുണ്ടാകും ആ സമയത്ത്. പിന്നെ അവിടെ നിന്ന് 2 or 3 ദിവസം അവിടെ നിന്ന്
പിന്നെ ബസ്സിലാണ് നമ്മൾ 2 ദിവസത്തെ യാത്രയിലാണ് നമ്മൾ കോഴിക്കോട്ടേക്ക് വന്നത്. അപ്പോൾ ഏതാണ്ട് ഒരു 8-9 വർഷത്തോളം ഞാൻ ഖത്തറിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഈ 9 വർഷത്തിനടുക്ക് 4 തവണയായിട്ട് അതിൽ മൂന്നാമത്തെ തവണ വരുമ്പോഴാണ് കോഴിക്കോട് എയർപോർട്ടിൽ ആദ്യമായിട്ട് ഇറങ്ങാനുള്ള ഭാഗ്യം ഉണ്ടായത്. അതൊരു വല്ലാത്ത ഇതാണ്. കാരണം ബോംബെ വഴി നമ്മൾ വരുന്ന സമയത്തുണ്ടായിരുന്ന അനുഭവങ്ങളിൽ നിന്ന് ഒരുപാട് മാറ്റം, ഒരു വലിയ ടെൻഷനൊന്നുമില്ലാതെ നമ്മൾ നേരിട്ട് കോഴിക്കോട് വന്ന് ഇറങ്ങുമ്പോഴുണ്ടായിരുന്ന ആ ഒരു സന്തോഷം ഒരു വല്ലാത്ത അനുഭവമായിരുന്നു. ആ കാലങ്ങളിൽ അത് ബോംബെ വഴി 1-2 തവണ പോയി വന്ന ആളുകൾക്ക് അതിൻ്റെ യഥാർത്ഥ ചിത്രം മനസ്സിലാവുള്ളൂ. കാരണം നേരിട്ട് കോഴിക്കോട് നിന്ന് കയറിപ്പോയി നേരിട്ട് വന്ന ആളുകൾക്ക് അതിൻ്റെ വിഷമം മനസ്സിലായിട്ടില്ല. ബോംബെ വഴി പോയിട്ടുണ്ടായിരുന്ന ദുരിതങ്ങൾ അവർക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ടും അനുഭവിക്കാൻ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ബോംബെ വഴി പോയ ദുരിതങ്ങളും അനുഭവിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കോഴിക്കോട് വന്ന ഭാഗ്യങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. ഏതാണ്ട് 9 വർഷത്തെ ഖത്തറിലെ ജീവിതത്തിനടുക്ക് ഒരുപാട് നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ താമസിച്ചിരുന്നത് കമ്പനി വക ഒരു റൂമിലാണ് ഉണ്ടായിരുന്നത്. അവിടെ വ്യത്യസ്ത സംസ്ഥാനക്കാരായ ആളുകളും വിദേശികളായ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പരസ്പരം സഹായിക്കാനും ഒരു ബുദ്ധിമുട്ട് സാമ്പത്തികമായിട്ടാണെങ്കിലും അല്ലെങ്കിലും ശാരീരികമായിട്ടൊക്കെ വരുന്ന സമയത്ത് പരസ്പരം കൂടപ്പിറപ്പുകളെ പോലെ സഹായിക്കാനും സഹകരിക്കാനും അന്ന് എല്ലാവരും തയ്യാറായിട്ടുണ്ട്. ഓരോ ആളുകളുടെയും വീടുകളിലൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങൾ, പെങ്ങന്മാരുടെ കല്യാണം അല്ലെങ്കിൽ വീട് നിർമ്മിക്കുന്ന കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് സ്വന്തം അനിയനെ പോലെ ജ്യേഷ്ഠനെ പോലെ എല്ലാവരും പരസ്പരം സഹായിക്കുകയും അത് നമ്മൾ വളരെ ഗൾഫിൽ മാത്രം കാണുന്ന ഒരു സംഭവമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവിടെ നമ്മൾക്ക് ഒരു പക്ഷേ ഇവിടെ നാട്ടിൽ യാതൊരു പരിചയമില്ലാത്ത ആളുകളാണ് അവരൊക്കെ. ഈ നാട്ടിൽ പരിചയമില്ലാത്ത ആളുകൾ അവിടെ നിന്ന് വളരെ ചുരുങ്ങിയ നാളുകൊണ്ട് 5-6 മാസത്തെ ഒരു പരിചയത്തിൻ്റെ പേരിൽ ലക്ഷങ്ങൾ വരെ കൊടുക്കാൻ, പരസ്പരം കടം കൊടുക്കാനും വാങ്ങാനും എല്ലാവരും ധൈര്യം കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പല ആളുകളും പറയാറുണ്ട്, ഗൾഫ് ജീവിതത്തിൻ്റെ ദുരിതങ്ങളൊക്കെ പറയാറുണ്ട്. അതിൽ പലതും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളുടെ പേരിലാണ് വരുന്നത്. നമ്മൾ ഇന്ത്യ രാജ്യത്ത് നമ്മൾ കയറി പോകുന്ന സമയത്ത് അതിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടും അതുപോലെ തന്നെ നമ്മൾ എത്തിപ്പെടുന്ന ഗൾഫ് രാജ്യങ്ങളിൽ, അറബ് രാജ്യങ്ങളായാലും യൂറോപ്യൻ ഏത് രാജ്യങ്ങളായാലും അവിടുത്തെ നിയമങ്ങൾ നമ്മൾ പാലിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ ഏതാണ്ട് ഒരു 13 വർഷത്തെ ഗൾഫ് ജീവിതത്തിലെടുത്ത് നിയമപരമായിട്ട് ഒരു ബുദ്ധിമുട്ട് എനിക്ക് വന്നു ചേർന്നിട്ടില്ല. കാരണം ഞാനെന്നല്ല, ഞാൻ അറിയുന്ന ആളുകളൊക്കെ, പരമാവധി ആളുകൾ, പ്രത്യേകിച്ച് അന്നൊക്കെ ഗൾഫിൽ പോയിരുന്ന ആളുകളെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ജോലിയൊന്നും കിട്ടാത്ത ആളുകൾ, വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ ഒക്കെയാണ് അന്ന് കൂടുതൽ ഗൾഫിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് ഇവിടെ കൂടുതൽ വിദ്യാഭ്യാസമുള്ള ആളുകളാണ് അധികം ഗൾഫിലേക്ക് പോകുന്നത്. എന്നിട്ട് പോലും അന്നും ആളുകൾ അനുസരിക്കാനും അവിടുത്തെ നിയമങ്ങൾ പാലിക്കാനും അനുസരിക്കാനും ഒക്കെ തയ്യാറായി ജീവിച്ചത് കൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ടൊന്നും ഞങ്ങൾക്കാർക്കും വന്ന് ചേർന്നിട്ടില്ല എന്നാണ് എൻ്റെ അനുഭവം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പരസ്പരം ബഹുമാനിക്കുന്ന ഏത് രാജ്യത്തായാലും അവിടുത്തെ ആളുകളിൽ എല്ലാ ആളുകളും നന്നായിക്കൊള്ളുന്നില്ല. ഇപ്പോൾ ഗൾഫിലുള്ള അറബികളിൽ ഒരു വളരെ ചുരുങ്ങിയ ശതമാനം, ഒരു പക്ഷേ നമ്മുടെ നാട്ടിലുണ്ടല്ലോ അങ്ങനത്തെ ആളുകൾ, അതുപോലത്തെ ആളുകളുണ്ടാവും. കുറേ ആളുകളൊക്കെ നമ്മളെ പരസ്പരം ബഹുമാനിച്ചും സ്നേഹിച്ചും ഒരു വളരെ സഹകരണത്തിൽ തന്നെ ജീവിച്ചതുണ്ട്. വളരെ ചുരുക്കം ആളുകൾ വിദേശികളോട് ഒരല്പം ദേഷ്യം കാണിക്കുന്ന ആളുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നൊക്കെ ജീവിതത്തിൽ നമ്മൾ വിദേശത്താണെന്നുള്ള ഒരു ഓർമ്മയോട് കൂടി, ഒരു തോന്നലോട് കൂടി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്കെന്താ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും അവിടെ വരും എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. അതുപോലെ തന്നെ ഖത്തറിലെ എൻ്റെ അനുഭവത്തിൽ ഒരു പ്രധാനമായിട്ട് ഉണ്ടായത്, ഇപ്പോൾ ഞാൻ രാജ്യസ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് പറയാം. നമ്മൾ രാജീവ് ഗാന്ധി വെടിയേറ്റ് മരിച്ച ഒരു ദിവസത്തെ ആ ഒരു അനുഭവം എനിക്ക് വല്ലാതെ ഫീൽ ചെയ്യുന്ന. കാരണം ഞാൻ അന്ന് ചെയ്തിരുന്നത് കമ്പനിയുടെ ഒരു സർവീസ് സ്റ്റേഷനും ഗ്യാരേജും ഉൾപ്പെടുന്ന ഏതാണ്ട് ഒരു 25 ആളുകൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഫോർമാനായിട്ട് ഞാൻ ജോലി ചെയ്തിരുന്നു. അന്ന് രാജീവ് ഗാന്ധി മരിച്ച ദിവസം, ആ ദിവസം നമ്മൾ ഇത് കേൾക്കുന്ന സമയത്ത് വല്ലാതെ ഒരു ഞെട്ടലോടെ നമ്മൾ കേട്ടത്. അപ്പം രാവിലെ ഒരു 8 മണിക്ക് ഞങ്ങൾ ഗ്യാരേജ് തുറക്കേണ്ട സമയത്ത് ഗ്യാരേജിൽ മലയാളികളുണ്ട്, മറ്റ് അന്യ സംസ്ഥാനക്കാരെ ഒരുപാട് ആളുകളുണ്ട്, പിന്നെ പാകിസ്ഥാനികളുണ്ട്, പിന്നെ ഇറാനികളുണ്ട്, അങ്ങനെ ഒരുപാട് എല്ലാ രാജ്യക്കാരുണ്ട്. വല്ലാതെ ഒരു വിഷമം തോന്നിയ സമയത്ത് ഞാനത് സ്വാഭാവികമായിട്ട് നമ്മൾ നാട്ടിൽ ചെയ്തു പോന്നിരുന്ന ഒരു സംഭവം, അവിടെ നിന്ന് ഒരു കറുത്ത തുണിയെടുത്ത് ഒരു കൊടി കെട്ടി എൻ്റെ ഗേറ്റിൽ കെട്ടി അത് കഴിഞ്ഞ് ജോലിക്ക് എല്ലാവരും വന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഇങ്ങനെ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആ പറഞ്ഞ സമയത്ത് അവർക്ക് എല്ലാവർക്കും ഓരോ കരിങ്കൊടി കൊടുത്ത് അവർ കരിങ്കൊടി കുത്തി എല്ലാവരും ആ ഗേറ്റിൻ്റെ അടുത്ത് അവിടെ അങ്ങിരുന്നു. ആരും ഒന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ഖത്തറിലെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ നിയമങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ചെയ്തത്. പക്ഷേ ആ സമയത്ത് എനിക്ക് അതാ തോന്നിയത്. അങ്ങനെ എൻ്റെ സ്പോൺസർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി പൊതുവേ ഒരു മുൻദേശക്കാരനും, അതുപോലെ തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു പണിമുടക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ചെയ്ത് സ്ട്രൈക്കൊക്കെ നടത്തി കഴിഞ്ഞാൽ
സ്വാഭാവികമായിട്ടും അവിടെയുള്ള 25 ആളുകളെ, ഞാനടക്കം വരുന്ന 25 ആളുകളെ അന്ന് തന്നെ വിസ ക്യാൻസൽ ചെയ്ത് നാട്ടിലയക്കുന്ന ഒരു സാഹചര്യമുള്ളത്. എന്താണെന്നറിയില്ല, 11 മണിക്ക് പുള്ളി വന്നു. സാധാരണ വരാറില്ല, എപ്പോഴെങ്കിലുമൊക്കെ വരിക. വന്ന ആ സമയത്ത് ചോദിച്ചു എന്താ ഇവിടെ നിന്ന്. അപ്പം ഞാൻ കാര്യം ചെന്ന് പറഞ്ഞു, ഇങ്ങനെ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു. രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധി അവർക്കറിയാം, വേറെ ആരും അറിയില്ലെങ്കിലും ഈ 2 ആളുകളെ അറിയുന്നത് കൊണ്ട് ശരി രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട് ഒന്നും പറയാതെ വണ്ടിയെടുത്ത് തിരിച്ചങ്ങ്. ആ ഒരു ദിവസം വല്ലാത്തൊരു, കാരണം എല്ലാ ആളുകളും പാകിസ്ഥാനികൾ അടക്കം അതിൽ ശ്രീലങ്കക്കാരുണ്ടായിരുന്നു. അതിനകത്ത് ശ്രീലങ്കക്കാർ, പാകിസ്ഥാനികൾ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും അതിനോട് സഹകരിച്ച്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ആവശ്യങ്ങൾ, രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ അറിയുന്ന സമയത്ത് അന്യരാജ്യത്താകുമ്പോൾ നമുക്ക് കൂടുതൽ അത് എഫക്റ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു കളി നടക്കുന്ന സമയത്ത് രാജ്യസ്നേഹം നമുക്ക് എന്താണെന്നുള്ളത് ശരിക്കും മനസ്സിലാവും. അവിടെ ഈ ത്രിവർണ്ണ പതാക കാണുന്ന സമയത്ത്, ഇന്ത്യൻ്റെ കൊടി കാണുന്ന സമയത്ത് നമ്മൾ കളിക്കുന്നത് നമ്മൾ തോൽക്കാൻ പാടില്ല. അങ്ങനത്തെ രാജ്യസ്നേഹം വിദേശ രാജ്യങ്ങളിൽ നമ്മൾ കഴിയുന്ന സമയത്ത് നമുക്ക് രാജ്യസ്നേഹം കൂടുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഇവിടുന്ന് ഏതാണ്ട് 3-4 വർഷം നാട്ടിൽ തന്നെ ബിസിനസ്സൊക്കെ ആയിട്ട് കഴിഞ്ഞ് പിന്നെയാണ് ഞാൻ സൗദി അറേബ്യയിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക്, പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യത്വപരമായ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഗൾഫിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഓർമ്മയിലാണ് ഇപ്പോഴും ജീവിക്കുന്നത്. ഏതാണ്ട് 3 വർഷം ഞാൻ അവിടെ നിന്ന് 2001 ഞാൻ തിരിച്ചു പോരി. ഇപ്പം നാട്ടിൽ തന്നെ സെറ്റിലായിട്ട് പിന്നെ ഗൾഫിലേക്കൊന്നും പോയിട്ടില്ല. 1993 ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പം ചെറുപ്പത്തിലുള്ള ഒരു ആഗ്രഹമാണ് ദുബായിൽ പോകണം എന്നുള്ളത്. അന്ന് പഠിക്കുന്ന സമയത്ത് തന്നെ ദുബായ് റഷീദ് എന്നാണ് പൊതുവെ ആളുകൾ പറയാറ് പോലും. അപ്പോൾ അതെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ 93 ഞാൻ ആ സമയത്താണ് 93 ഞാൻ ആദ്യമായിട്ട് UAE ദുബായിലേക്ക് പോകുന്നത്. 3 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും തിരിച്ച് നാട്ടിൽ വരുന്നത്. വിവാഹത്തിന് ശേഷം കുറച്ച് കാലം ഇവിടെ നാട്ടിൽ നിൽക്കേണ്ട ഒരവസ്ഥ വന്നു. അതിൽ ബിസിനസ്സും എല്ലാം വളരെ പരാജയപ്പെട്ട് സാമ്പത്തികമായിട്ട് വലിയ ഒരു പ്രയാസത്തിലായിരുന്നു. ആ സമയത്താണ് വീണ്ടും അമ്മാവൻ്റെ ഒക്കെ സഹായത്തോട് കൂടിയിട്ട് ദുബായിലേക്ക് തിരിച്ചു പോയി ഏകദേശം ഒരു 2-3 മാസം കൊണ്ട് തന്നെ ദുബായിൽ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് അവിടുന്ന് ലഭിച്ചു. അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ട് ഇവിടെ കുറച്ച് കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് നികത്താൻ പറ്റി. നാട്ടിലേക്ക് ചെലവിന് പൈസ അയക്കാൻ വേണ്ടിയിട്ട് ഞാൻ UAE എക്സ്ചേഞ്ചിൽ വരി നിൽക്കുന്ന സമയത്താണ് എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയതാണ്, ഇപ്പോൾ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടക്കില്ലേ, ഈ പണത്തിന് എന്തെങ്കിലും ഒരു കോയിൻസ് വാങ്ങുകയാണെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ ഏതായാലും സാമ്പത്തികമായിട്ട് പ്രയാസത്തിലല്ലേ, ചിലപ്പോൾ നറുക്കിൽ ഭാഗ്യം ലഭിക്കുകയാണെങ്കിലോ എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ്, ഒരു പ്രതീക്ഷയുമായിട്ടാണ് ഞാൻ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് ദുബായ് ഗോൾഡ് സൂക്കിൽ പോയിട്ട് ഒരു കോയിൻസ് 500 ദിറംസ് കൊടുത്ത് ഒരു ഗോൾഡ് കോയിൻ വാങ്ങി. അത് വാങ്ങി ആ നറുക്കെടുപ്പിൽ തന്നെ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ വെച്ച് നടന്ന നറുക്കെടുപ്പിൽ 1 കിലോ ഗോൾഡ് എനിക്ക് ലഭിക്കുകയും അതിൻ്റെ ഫലമായിട്ട് പിന്നീട് എനിക്ക് സാമ്പത്തികമായിട്ട് മറ്റ് പ്രയാസങ്ങളൊക്കെ തന്നെ നികത്താൻ എനിക്ക് സാധിച്ചു. ഇപ്പോൾ ഞാൻ ദുബായിലും നാട്ടിലും എല്ലാമായിട്ട് ഇങ്ങനെ എൻ്റെ ബിസിനസ് നാട്ടിലുമുണ്ട്, അതുപോലെ തന്നെ ദുബായിലും ചില്ലറ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ഈ 15 വർഷക്കാലമായി ഞാൻ ചെറുവണ്ണൂരിൽ എൻ്റെ പ്രദേശത്ത് തന്നെ ഐഡിയ സെല്ലുലാറിൻ്റെ ഫ്രാഞ്ചൈസി നടത്തുകയാണ്. ഏകദേശം 18ഓളം തൊഴിലാളികൾ എൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ വിദേശത്ത് കഷ്ടപ്പെട്ട് ജീവിച്ച ആ പ്രയാസങ്ങളൊക്കെ മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാനും എൻ്റെ തൊഴിലാളികളും കൂട്ടായ ഒരു സംരംഭം പോലെയാണ് ഈ സംരംഭം കൊണ്ടുപോകുന്നത് മുന്നോട്ട്. ഞാൻ ആദ്യമായിട്ട് 1992 ഒരു എഗ്രിമെൻ്റ് വിസയിൽ പോകുന്നത്. അന്ന് എൻ്റെ അടുത്ത് എൻ്റെ ഏജൻറ്റ്, ഞാൻ വിസ വാങ്ങിച്ച ഏജൻറ്റ് എൻ്റെ അടുത്ത് പറഞ്ഞ 1200 റിയാൽ ശമ്പളം, ചിലവ്, റൂം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ 1.5 ലക്ഷം റുപ്യ അന്നത്തെ കാശ് വിസക്ക്. ഞാൻ എൻ്റെ ഭാര്യൻ്റെ കല്യാണം കഴിച്ചിരുന്നത്, ഭാര്യൻ്റെ സ്വർണ്ണങ്ങളെല്ലാം എടുത്ത് വിറ്റു, എല്ലാം കൂടി 1.5 ലക്ഷം റുപ്യ ഒപ്പിച്ചിട്ടാണ് ആദ്യമായിട്ട് ഗൾഫിൽ പോകുന്നത്. അങ്ങനെ അവിടെ ആദ്യമായിട്ട് എത്തിയ ഉടനെ തന്നെ സ്പോൺസറെ കണ്ടു. സ്പോൺസറായിട്ട് ഇങ്ങനെ സംസാരിച്ച് സ്പോൺസർ പിന്നെ ശമ്പളത്തിൻ്റെ കാര്യത്തിൽ മൂപ്പരാദ്യം ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങളടുത്ത് പറഞ്ഞു, ഞങ്ങൾ 10 പേര് ഒന്നിച്ച് പോയത്. 10 പേരോട് പറഞ്ഞ് ഞാൻ 800 റിയാൽ ശമ്പളമാണ്,
ചിലവ് റൂം തരും, ഫുഡ് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾ ഇത്ര ഉറുപ്പ്യ വിസക്ക് കൊടുത്തിട്ട് വന്നാണ്. അപ്പോൾ അയാൾ സത്യമായിട്ട് തുറന്ന് പറഞ്ഞു, ഞാനൊരു ഉറുപ്പ്യയും നിങ്ങളെ വിസക്ക് വാങ്ങിച്ചിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ വിസക്ക് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആളുകളെടുത്താൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ച് വാങ്ങിച്ചോളി എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പോയിന്ന് 6 പേര് നമുക്ക് വിസ തന്ന ആളായിട്ട് പ്രശ്നങ്ങളായി, അടിയായി പിടിയായി അവർ തിരിച്ചു പോകുന്നു. നമ്മൾ പിന്നെ പോന്നു കഴിഞ്ഞാൽ ഈ കൊടുത്ത കാശും പോയി എന്നുള്ള രീതിയിൽ കടിച്ചു പിടിച്ച് നിന്ന് 800 ദിർഹം ശമ്പളത്തിൽ ജോലി ചെയ്തു. അങ്ങനെ ആ സമയത്ത് മറ്റുള്ള എന്തെങ്കിലും കാറ് വാഷിങ്, പിന്നെ വീടുകളിൽ എന്തെങ്കിലും വീട് ക്ലീനിങ് ഉണ്ടാവും, അതെല്ലാം ചെയ്തു. നല്ല രീതിയിൽ ഇങ്ങനെ ഒരു 2000 വരെ, അതായത് 8 വർഷം അതേ സ്പോൺസറെ കീഴിൽ തന്നെ ജോലി ചെയ്തു. പിന്നെ അയാളെടുത്ത് ഇഷ്ടംപോലെ ജോലി, ആൾ വളരെ നല്ലവനായിരുന്നു. അയാളെ പറഞ്ഞ ശമ്പളം കറക്റ്റ് ഡേറ്റിന് തരും, മെഡിക്കൽ തരും, ഫുഡ് അക്കോമഡേഷന് നമ്മൾ 2 വർഷമായ ടിക്കറ്റ് എല്ലാം തന്നു, നല്ല രീതിയിലായിരുന്നു. പിന്നെ അയാളെടുത്ത് ഇഷ്ടംപോലെ പണിയുള്ളത് കൊണ്ട് നമ്മൾ വേറെ എന്തിലേക്കൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ അയാൾ നമ്മളെ പുറത്തോട്ട് തനാസിൽ, അതായത് പുറത്തേക്ക് പോകാൻ സമ്മതിക്കില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ജോലി ചെയ്യുക, ഇല്ല നിങ്ങൾക്ക് നാട്ടിലേക്ക് പോവുക, അതാണ് അയാളെ ഇത്. അപ്പോൾ അത് കാരണം 2000 ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഒന്നുമൊക്കെ നിങ്ങൾ പുറത്ത് പോകാൻ അനുവാദം തരാം, അല്ലെങ്കിൽ എന്നെ എക്സിറ്റ് അടിക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ 2000 എക്സിറ്റ് അടിച്ച് വന്നു. ഞാൻ വേറൊരു വിസയിൽ ജിദ്ദയിൽ പോയി സ്വന്തമായിട്ടൊരു ചെറിയ ബിസിനസ്, ഒരു വണ്ടി എടുത്തിട്ട് ആദ്യമായിട്ട് സെയിൽസാണ് തുടങ്ങിയത്. അങ്ങനെ അതിൽ തിരക്കടില്ലാത്ത രീതിയിൽ നമ്മൾ അധ്വാനിക്കുന്നത്, സമയം നോക്കാത്ത രീതിയിൽ അധ്വാനിച്ചു. അത്യാവശ്യം നല്ലൊരു ചുറ്റുപാടായി. ഞാൻ എൻ്റെ ബിസിനസ് ഒന്നും കൂടി പുരോഗമിച്ചു. എൻ്റെ 2 അനിയന്മാരെ കൊണ്ടുപോയി, അവരുടെ പേരിലെല്ലാം 2 വണ്ടി എടുത്തു. അങ്ങനെ ഞാൻ 2008 പിന്നെ അതിൻ്റെ ഇടയിലെല്ലാം പോയി വന്ന് നല്ല സുഖമായിട്ട് ബിസിനസ് നല്ല ഉഷാറായി നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പം ഞാൻ 2008 ഒരു പുതിയ വണ്ടി, ടയോട്ടൻ്റെ ഒരു വണ്ടി, പിന്നെ 68,000 റിയാലിന് റെഡി ക്യാഷിന് വാങ്ങിച്ചു. അത് നമ്മളൊരു നാട്ടുകാരൻ വാങ്ങിച്ച വണ്ടിയായിരുന്നു. അവനക്ക് പെട്ടെന്ന് നാട്ടിൽ വരേണ്ട അത്യാവശ്യം കാരണം അവനത് വിറ്റപ്പോൾ ഞാൻ നാട്ടിലെല്ലാം കാശ് ഒപ്പിച്ച് കൊടുത്തിട്ട് അത് വാങ്ങിച്ചു. അങ്ങനെ 2 വർഷം അതൊരു സ്പോൺസറെ കീഴിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു മകളെ കല്യാണത്തിന് വേണ്ടി ഞാൻ നാട്ടിൽ വന്നു. നാട്ടിൽ വന്ന് അപ്പോൾ ഈ അറബ് നാട്ടിലെല്ലാം നമ്മളിവിടുത്തെ രീതിയിലല്ല കല്യാണ രീതി. അവിടെ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പം അവർക്ക് പിന്നെ പുതിയാപ്പിളാർ, അതായത് കല്യാണം കഴിക്കുന്നവർ അവർക്ക് സ്വർണ്ണമായിട്ടും പൈസ ആയിട്ടും അവർക്ക് കൊടുക്കണം. നമ്മളെ കേരളത്തിനെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ അത് നേരെ തിരിച്ചാണ്. സ്ത്രീ വിഭാഗം പുരുഷന്മാർക്ക് അങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ വരുന്ന സമയത്ത് ഞാൻ ഇയാളോട് പറഞ്ഞു, എൻ്റെ ഒരു മകളെ കല്യാണം ഉണ്ട്, അതുകൊണ്ട് എനിക്ക് പോകണമെന്ന് പറഞ്ഞ് നമ്മൾ അത്യാവശ്യം അത് കല്യാണത്തിന് വേണ്ടി നാട്ടിൽ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇയാൾ നേരെ എൻ്റെ വണ്ടി അയാളെ പേരിലായിരുന്നു. അയാളെ സ്പോൺസർഷിപ്പിലെ നമുക്കിപ്പോൾ ഇയാൾ പറഞ്ഞ മാതിരി തന്നെ ഏർപ്പാടെല്ലാം. ഞാൻ ഇവിടുന്ന് വന്നതിന് ശേഷം ആ വണ്ടി അയാൾ തന്നു പറഞ്ഞിട്ട് അയാൾ എടുത്തുകൊണ്ടുപോയി. അയാൾ എടുത്തുകൊണ്ടുപോയത് മാത്രമല്ല, ഈ വണ്ടി കൊണ്ടുപോയി കണ്ട് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞ്, നീ ഇങ്ങോട്ട് വന്നാൽ നിന്നെ ജവാസാത്ത് പിടിക്കും, നീ അങ്ങനെയാണ്, നീ ഇങ്ങോട്ട് കയറി വരേണ്ടത്. അയാൾ നിരന്തരം എനിക്ക് ഫോൺ ചെയ്തുകൊണ്ടിരുന്നു. വണ്ടി ഇയാളാണ് കൊണ്ടുപോയത്. അങ്ങനെ ഞാനിതറിഞ്ഞു. എൻ്റെ മകളെ കല്യാണം കഴിഞ്ഞ് ഞാൻ പിറ്റേന്ന് അങ്ങോട്ട് കയറി, ഇവിടുന്ന് തന്നെ പെട്ടെന്ന് ഗൾഫിലെത്തി. ഞാൻ ഈ സ്പോൺസറെത്തി എന്നിട്ട് സംസാരിച്ചു. അപ്പോൾ ഇയാൾ ഉദ്ദേശിച്ചത്, ഞാൻ മകളെ കല്യാണം കഴിച്ചപ്പോൾ എനിക്ക് ഇവിടെ നല്ല കാശ് കിട്ടും, അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ കാശ് എനിക്ക് എടുക്കാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് അയാൾ എൻ്റെ വണ്ടി എടുത്തുകൊണ്ടുപോയത്. ഈ സമയത്ത് ഞങ്ങൾ തിങ്കളാഴ്ച എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സെയിൽസ് ഉള്ളൊരു സ്ഥലമാണ്. ജിദ്ദയിൽ നിന്നും ഒരു 60 കിലോമീറ്റർ ദൂരെ റാബക്ക് എന്ന് പറയും, അവിടെ പോയി സെയിൽസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വണ്ടിയെല്ലാം ഫുൾ ലോഡാക്കി നിർത്തിയ സമയത്താണ് ഇയാൾ വണ്ടി എടുത്ത് കൊണ്ടുപോകുന്നത്. ഞാൻ ചെന്ന് സംസാരിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞു, നീ വാന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ ചെന്നിട്ട് അയാൾ പറഞ്ഞു, ആദ്യം 25,000 റിയാൽ തന്നാൽ നിൻ്റെ വണ്ടി നിനക്ക് വിട്ടു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞു, ഞാനിങ്ങനെ ഒരു കല്യാണ ആവശ്യാർത്ഥം പോയതാണെന്നുള്ളത് എനിക്കറിയാം, എൻ്റെ അടുത്ത് കാശില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഞങ്ങൾ നല്ല രീതിയിൽ പിരിഞ്ഞു. അങ്ങനെ പിറ്റേന്ന് ഇയാൾ എനിക്ക് ഫോൺ ചെയ്തിട്ട് എന്നെ വിളിച്ചു, നീ വാ അബ്ദുസമദ്, നീ ഒരു 10,000 റിയാൽ തന്നാളെ, നിൻ്റെ വണ്ടി നീ കൊണ്ടുപോയിക്കുക, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ ഞാൻ വരാൻ, എനിക്ക് തന്നാളിന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അയാളെടുത്തൊരു കാര്യം പറഞ്ഞു, ഒന്നൊക്കെ ഈ വണ്ടി വിറ്റിട്ട് ഞാൻ നിങ്ങൾക്ക് 10,000 തരാം, അതല്ലെങ്കിൽ എനിക്കൊരു 5 മാസം നിങ്ങൾ സമയം തരാം. അയാൾ എന്നെ തിരിച്ചു വിളിച്ചു, നീ 10,000 റിയാൽ തന്നാളെന്ന് പറഞ്ഞിട്ടു. ഞാൻ അയാളേറ്റ് ഓക്കെ സമ്മതിച്ചു. അപ്പോൾ ഞാൻ അയാളെടുത്ത് പറഞ്ഞു, ഒന്നൊക്കെ ഈ വണ്ടി വിറ്റിട്ട് 10,000 റിയാൽ നിങ്ങൾ എടുത്തിട്ട് ബാക്കി എനിക്ക് തന്നാൽ മതി, അവരെ പേരിലല്ലേ വണ്ടി. അപ്പോൾ അയാൾ പറഞ്ഞു, അത് വേണ്ട, നീ ഒരു കാര്യം. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, 5 മാസം കൊണ്ട് ഞാൻ 2000 വെച്ചിട്ട് തരാം എന്ന് പറഞ്ഞു. അയാൾ ഓക്കെ സമ്മതിച്ചു. അയാളെ വണ്ടിയിൽ എന്നെയും കയറ്റി കൊണ്ടുപോയിട്ട് അയാൾ ഇതിൻ്റെ മുമ്പ് ജവാസാത്ത് അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ സ്റ്റാഫ് പോലീസുകാരുമായിട്ട് അയാൾ ആദ്യം പിന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി ഇയാളെ വണ്ടിയിൽ പോകുമ്പോൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് ജവാസാത്തിൻ്റെ വണ്ടി, അവിടുത്തെ ഒരു എന്താ പറയുക നിയമപാലകർ, പാസ്പോർട്ട് ഓഫീസിലെ അവർ വന്ന് എന്നെ നേരെ വണ്ടിയിൽ നിന്ന് മാറടക്കിയിട്ട് പിടിച്ചിട്ട് കയറി വണ്ടിയിലെന്ന് പറഞ്ഞിട്ട് എന്നെ വണ്ടിയിൽ കൊണ്ടുപോയി. അപ്പോൾ ഇയാൾ ശരിക്കും തന്നെ ചതിച്ചതാണ്. അങ്ങനെ ഞാൻ 1 മാസം ജയിലിൽ ഭയങ്കര ദുരിതമായിട്ട് വളരെ പ്രയാസപ്പെട്ടിട്ട് 1 മാസം ഞാൻ കഴിഞ്ഞു. നമ്മൾ ചെയ്യാത്തൊരു തെറ്റിനാണ്. അപ്പോൾ ഇയാൾ അപ്പോൾ പറഞ്ഞിട്ടുള്ളത്, എൻ്റെ വിസ ഞാൻ ഹൗസ് ഡ്രൈവർ വിസയിൽ പോയിട്ട് ഇരുന്ന് ഈ പരിപാടി തരുന്നില്ല. ഇയാൾ എൻ്റെ പേരിൽ ആരോപിച്ച കുറ്റം ഞാൻ ചാടിപ്പോയി എന്ന് പറഞ്ഞിട്ടാണ്
അങ്ങനെ ഇവർ ഒരു മാസം പോലെ എൻ്റെ ജയിലിലിട്ടു. ഇന്ത്യൻ എംബസി ഇടപെട്ടു, എനിക്ക് ടിക്കറ്റ് തന്നു. ഞാൻ അങ്ങനെയാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ ഇയാൾ ചെയ്തത് ഈ വണ്ടി ഇയാൾ കൊണ്ടുപോയി. ഈ വണ്ടിയിൽ ഏകദേശം സാധനം 1 ലക്ഷം റിയാൽ, അതായത് ഇന്ത്യൻ്റെ ഒരു അന്നത്തെ 12 ലക്ഷം റുപ്യ മൊത്തം ഇയാൾ കൊണ്ടുപോയി. ഇയാൾ നശിപ്പിച്ചും ചെയ്തു. എന്നെ ഇങ്ങനെ ചതിച്ചു, ജയിലിലാക്കി. ഞാനത് കാരണം ഇപ്പം നാട്ടിൽ കുടുങ്ങിയിരിക്കുകയാണ്. എനിക്ക് പോകാൻ നോക്കുമ്പോൾ ജയിലിൽ നിന്ന് ഒരു പ്രിൻ്റ് എടുക്കുന്നുണ്ട്. ഈ പ്രിൻ്റ് കാരണം എനിക്ക് അങ്ങോട്ട് പോകാനുള്ള, ഞാൻ വേറൊരു വിസ ശരിയാക്കി പോയിട്ട് കടക്കാൻ പറ്റാതെ തിരിച്ചു പോകുന്നു ചെയ്തു. അങ്ങനെ വളരെ ഇത് എൻ്റെ ഒരു അനുഭവം മാത്രമല്ല, ഒരുപാട് മലയാളികൾ ഇങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ആരും അതിൻ്റെ ഒരു എന്താ പറയുക, ഈ ലജ്ജ കാരണം ആരും മാധ്യമത്തോടും ആരോടും സംസാരിക്കുന്നില്ല ഈ വിഷയത്തെ പറ്റി. കാരണം നമ്മൾ വളരെ പ്രയാസപ്പെട്ട് അവിടെ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് ഇങ്ങനെ ഇവർ തട്ടിയെടുക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ. ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ വർഷക്കണക്കിന് വീട്ടിൽ ജോലി ചെയ്തിട്ട് 1 ഉറുപ്പ്യ കൊടുക്കാതെ നേരെ കയറി അങ്ങാടി പോയിട്ട് വരാമെന്ന് പറഞ്ഞ് എയർപോർട്ടിൽ കൊണ്ടുപോയിട്ട് ടിക്കറ്റ് എടുത്ത് കയറ്റി വിടുന്ന എത്രയോ അനുഭവങ്ങൾ നമ്മളൊക്കെ അറിവിൽപ്പെട്ടിട്ടുണ്ട്.